എങ്കിലും ദൈവമക്കളെ സംബന്ധിച്ച് യേശു അകത്ത് ജനിച്ചതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യും. യേശു പുറത്തല്ല, യേശുവിന്റെ സ്ഥാനം ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അകത്ത് യേശു ഉള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യേശു യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ലോകം ആഘോഷത്തിന് പിന്നാലെ ആയിത്തീരുമ്പോൾ, അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഭേദ്യബന്ധത്തിൽ വീണ്ടും മുന്നേറാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് അതിനോടൊക്കെ പങ്കുചേരുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എങ്കിലും നമുക്ക് അകന്ന് ദൈവ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും പരിചിതമായ ദൈവവചന ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റവും പരിചിതമായ ദൈവവചന ഭാഗമാണ് ഇവിടെ വായിക്കപ്പെടാനിടയായി തീർന്നത്. കർത്താവിന്റെ സ്തോത്രം. ഈ സഹോദരിമാരുടെ പേര് ഏറ്റവും സുപരിചിതമാണ്. മാർത്തയും മറിയയെ കുറിച്ച് ഒത്തിരി അനുഭവങ്ങളുള്ള, കർത്താവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള സഹോദരിമാരായി നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്ത, അല്ലെങ്കിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ കൂടെ കൊണ്ടായിരുന്ന സഹോദരിമാരായി നമുക്കവരെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ ഭാഗത്ത് ഇവരെ കുറിച്ച് ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 അനുഭവങ്ങൾ ഈ സഹോദരിമാരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുകയാണ്. ആത്മജീവിതം പഠിച്ച് വ്യത്യസ്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അനുഭവമായി ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മജീവിതം പഠിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകാനിടയായി തീരട്ടെ. ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നു, ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്ന പ്രസംഗക്കാരാണ് ഇല്ലേ? ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടെ, സഭകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ എല്ലായിടത്തും പ്രസംഗങ്ങൾ നടക്കുന്നു. പക്ഷെങ്കിൽ പറയുന്നത് പോലെ ജീവിക്കുവാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. പറച്ചില് പോലെ ജീവിതബന്ധിയുമില്ല. ഒത്തുവരാത്ത അനുഭവങ്ങൾ കാണുന്നത് കൊണ്ട് പെന്തക്കോസ്തിന്റെ ആളുകൾ അവജ്ഞയോടെ കാണുന്ന ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരെങ്ങനെല്ലാം ചിന്തിച്ചാലും ഇന്ന് പകലിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, വചന സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അതിപ്രകാരം ജീവിപ്പാൻ ദിനംതോറും മനസ്സിലാക്കുന്ന താല്പര്യത്തോടെ, ആകാംക്ഷയോടെ യേശുവിന്റെ പാദമെടുത്ത് എന്നും പകലിലും കടന്നു വന്ന ആ ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മൾ മനുഷ്യന്റെ സന്നിധിയിലല്ല കടന്നു വന്നത്,
ഈ ഉപവാസ പ്രാർത്ഥനയുടെ 17-ാം ദിവസം ദൈവങ്ങളെ ഓർപ്പിക്കുന്നു. നാം കൂടി വന്നത് മനുഷ്യന്റെ സന്നിധിയിലല്ല, മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല, എണ്ണം തികയ്ക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പാനിടയായി ദൈവപ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടാനിടയായി തീരണം. വ്യക്തിപരമായ ജീവിതത്തിൽ മേൽ ദൈവീയമായ പ്രസാദം ഉണ്ടാകാനിടയായി തീരട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മെ കേൾപ്പിച്ച് ഉണർത്തിയ അനുഗ്രഹീത പ്രബോധനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ അല്പസമയം ദൈവവചനം സംസാരിച്ചപ്പോൾ ഓർപ്പിക്കാനിടയായി തീർന്നത് ഇബ്രാഹിലേഖനം 2-ാം അധ്യായത്തിലെ വിഷയമാണ്. കേരളത്തിൽ അധികം എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. കേൾക്കുന്നത് എന്തായി മാറണം? വിശ്വാസമായി പരിണമിക്കപ്പെടാനിടയായി തീരണം. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ നമുക്ക് ഉയർത്താൻ കഴിയട്ടെ. ഈ ദിവസം ആളുകൾ ആഘോഷിക്കുന്നു, പക്ഷേ യേശുവിന്റെ ജീവിതത്തിൽ അവരുടെ സ്വഭാവ രീതികളിലോ അവരുടെ പെരുമാറ്റങ്ങളിലോ അവരുടെ കൊടുക്കവാങ്ങളിലോ ക്രിസ്ത്യാനിയെ അഭിമാനിക്കുന്നെങ്കിലോ എന്തോ ഇല്ല, ആരെയും വിമർശിക്കുകയല്ല, എന്തോ ഇല്ല, യേശുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, സ്തോത്രം. ക്രിസ്മസ് കൊണ്ട് ആടുകയാണ്. ശ്രദ്ധിക്കണേ, ക്രിസ്മസ് കൊണ്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അങ്ങനെ ആടട്ടെ, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ കൊണ്ട് ആടുന്നില്ല. ഒരിക്കലാ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നതിന് ഇന്ന് പകലിലെ പാതകടത്തിൽ വലിയ ആഘോഷങ്ങളൊന്നും വർണ്ണാഭമായതൊന്നും ഇവിടെ കാണാനില്ലെങ്കിൽ, കാഴ്ചക്ക് മനോഹരമായതൊന്നും കാണുമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ബോധ്യമുണ്ട്. വലിയവനാ ദൈവത്തിന് ഒത്തിരി പേര് ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളവരൊന്ന് സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ അറിഞ്ഞ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സംസാരിക്കാനിടയായി ചെയ്യും. ഹൃദയവിചാരങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നന്ദിയാണ് ദൈവത്തെ സ്തുതിക്കുന്നു. പോകാമായി പക്ഷെങ്കിൽ 24 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഈ ഡിസംബർ മാസം 25 വരെ ദൈവം നമ്മെ യോത്സവമായി നമ്മുടെ തലമുറകളിൽ സൂക്ഷിപ്പാനിടയായി തീർന്നു. നിസ്വന്തരായിട്ടിരിക്കരുത്. നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ ആശ്വാസം നൽകാനിടയായി തീർന്നു. വചനം തന്ന നമ്മെ ധൈര്യപ്പെടുത്താനിടയായി തീർന്നു. ഈ പ്രതികൂലം വീട്ടിൽ പ്രതികൂലം നിറയപ്പെട്ട ഈ വൈദ്യരണി നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതാത് സന്ദർഭങ്ങളിൽ വേണ്ടി ആലോചന തന്ന, ശക്തി തന്ന, ബലം തന്ന ദൈവം നമ്മെ നടത്തിയ വഴികളെയാവും സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾക്ക് ആചരണങ്ങളില്ല, ദൈവമക്കൾക്ക് ആചരണങ്ങളില്ല. നദിയോട് ദൈവത്തെ സ്തുതി ആചരിക്കാൻ 2 കാര്യം തന്നിട്ടുണ്ട്. കർത്തൃമേശയും സ്നാനം. നമ്മൾ കൂടി വരുമ്പോൾ ഇത് ഗവൺമെന്റ് സേവനമാണ് കർത്താവിന്റെ ചെയ്യാനിടയായിട്ടുണ്ടോ? കർത്താവിന്റെ ജനത്തിൽ സാക്ഷീകരിക്കാതെ സാക്ഷീകരിക്കണം. കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം ഈ ദിനങ്ങളിൽ നമുക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഈ പ്രാർത്ഥനയെ സമ്മതിക്കുന്നത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സഭയെ വേർതിരിച്ച് വന്നത് നഷ്ടമായി തീരുകയില്ല. പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, പ്രതീക്ഷകളുമായി ഭൂമിയിൽ ജീവിച്ചവരാണ്. നാളെ കുറിച്ചുള്ള ഒത്തിരി പ്രതീക്ഷകളുമായി ജീവിതം നയിച്ചവരാണ്. പക്ഷേ വഴിയാത്രയിൽ എത്തിയതു സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളോട് കഴിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് ദേശത്ത് നടമാടാനിടയായി തീർന്നത്. ഇതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. പ്രാർത്ഥനയെ ഉത്സാഹത്തോടുമായി തീരണം. വർദ്ധനവനെ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ. അവന്റെ ഭാരമെടുത്ത് താണിരിപ്പാൻ എന്നെ നിങ്ങളെ ദൈവം ബലപ്പെടുത്താനിടയായി തീരണം. സർവ്വവിചാരികളായി മാറരുത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദാവീദ് ഒരിക്കലും
എങ്ങനെ ദൈവത്തെ സ്തുതിച്ചത്? ഒട്ടകത്തിന് മുമ്പിൽ എങ്ങനെ ആരാധിച്ചത്? നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീർന്നു. പിതാവിന് സ്തോത്രം. ആമേൻ. അനുഭവമുള്ളവരോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തണം. ലക്ഷ കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവരെ ഒരു നോക്കോടെ വിചാരിക്കരുത്. ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, ക്ഷേമമായി ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ, ലക്ഷ കൂടാതെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാനിടയായി തീരണം. ദൈവമേ നടത്തുന്നതാണ്, ദൈവമേ പുലർത്തുന്നതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണം. വിലമലകളുടെ സ്വന്തം ഘടകമല്ല. എല്ലാ ദൈവങ്ങളെ കരകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താത്ത നാം നിങ്ങളല്ല. ദൈവം നമ്മെ നോക്കിയിരിക്കുക. ഇന്നും സത്യമായിരിക്കുകയാണ്. ഇന്നും കൃപയാൽ ദൈവം നടത്തുന്നു. അതിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ട്. ഒരു നല്ല സ്നേഹിതനുണ്ട്. ഹല്ലേലൂയ. ഒരു നല്ല രക്ഷകനുണ്ട്. ഒരു നടത്തിപ്പുകാരൻ നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗം എന്നെ ചിന്തിപ്പിച്ചത് നമുക്ക് ഏറ്റവും പരിചിതമായ ജീവന്റെ ഭാഗമാണ്. രണ്ട് അനുഭവങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ആമേൻ. ഒരാളെ യേശു കുറ്റപ്പെടുത്തിയില്ല. ആമേൻ. വേണ്ട പ്രബോധനം യേശു നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ അവർ യാത്ര പോവുകയും അവരൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിലെത്തിയതോ സ്തോത്രം. കർത്താവിനെ കൈക്കൊണ്ടൊരു ഭവനം. വീടുകളെ കുറിച്ചൊക്കെ ബൈബിളിൽ ഓർപ്പിക്കുന്നുണ്ട്. യേശു അല്ലെങ്കിൽ സക്കായിയുടെ വീട്ടിൽ യേശു ചേർന്നു. സക്കായി യേശുവിനെ കാണാൻ വേണ്ടി കാട്ടത്തിന്മേൽ കയറിയപ്പോൾ ചിന്തിച്ച് കാണത്തില്ല യേശുവിന്റെ വീട്ടിൽ വരുമെന്നുള്ളത്. സക്കായി ഒരിക്കലും ചിന്തിച്ചില്ല. യേശുവിനൊന്ന് കാണണം പറഞ്ഞിരുന്ന കർത്താവിനെ കണ്ട് യേശു എങ്ങനെയുള്ളവനാണെന്നൊക്കെ അറിഞ്ഞ് ആമേ മടങ്ങി പോകണമെന്നുള്ള ചിന്തയുള്ളൂ സക്കായിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആമേ ചിന്തകൾക്ക് അതീതമായി, തന്റെ പ്രാണികൾക്കപ്പുറമായി യേശുവിന്റെ വീട്ടിലേക്ക് ചെല്ലാനിടയായിട്ടുണ്ട്. സ്തുതിക്കുന്നു. അവ ആളുകളുമായി ഏറ്റവും അടുപ്പമുള്ള ബന്ധം യേശു ആഗ്രഹിക്കുന്നു. വല്ലപ്പോഴുമുള്ള ഒരു ബന്ധമല്ല. യേശുവുമായിട്ട് ഏറ്റവും അഭേദ്യമായ ഒരു ബന്ധം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇവിടെ വായിക്കുന്നുണ്ട്, അവൻ കാട്ടത്തിന്മേൽ കയറിയെങ്കിൽ യേശു അവനെ വിളിച്ചപ്പോൾ അവൻ എങ്ങനെ ഇറങ്ങിയെന്നാ വായിക്കുന്നത്. അവൻ ബന്ധപ്പെട്ടിറങ്ങി, അല്ലേ? ബന്ധപ്പെട്ടിറങ്ങിയെന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി ആരെ കൈക്കൊണ്ടു? വായിച്ച ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19-ന്റെ സഖായിയെ വേഗം ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി നമ്മൾ ആരെ കൈക്കൊള്ളും അതനുസരിച്ച് നമുക്ക് ദൈവം വിടുതൽ നൽകും. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വർഷങ്ങളായി ദൈവസഭയെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ്. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എങ്കിലും ഇവിടെ കാണാൻ കഴിയുന്നത് സക്കായിക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ കഴിയായിട്ടുണ്ട്. എങ്ങനെ ഇറങ്ങി? ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊള്ളാനിടയായി തീർന്നു. അനുഭവം ലഭിച്ചവരും ദൈവത്തെ സ്തുതിക്കട്ടെ. വർഷം മുമ്പ് രക്ഷയുടെ അനുഭവം ദൈവം വന്നെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്. ആ രക്ഷയുടെ സന്തോഷം ഇപ്പോഴും ഉള്ളിലുള്ളവരെ കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ചെയ്യപ്പെടുന്നു. രക്ഷയുടെ സന്തോഷം നാം ഒരിക്കൽ പാടിയതെന്നാണ് 51-ാം സംഘത്തിൽ വായിക്കുന്നു. രക്ഷയുടെ സന്തോഷം എനിക്ക്
അല്ലേ? മനസ്സുകൊണ്ടുള്ള ആത്മാവിനാലല്ലേ? അല്ലേ? അപ്പൊ രക്ഷയ്ക്ക് ഒരു സന്തോഷമുണ്ട്. സന്തോഷമുണ്ടോ? പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അതിന്റെ ഗൗരവം അറിയത്തില്ല. പക്ഷെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുള്ളവർ അല്ലെങ്കിൽ ജാതീയ മാർഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുന്നവർക്ക് വലിയ കൃഷ്ണതയും രക്ഷയുടെ സന്തോഷം വലുതാണ്. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ രക്ഷിച്ചു. നാം ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. അഗ്നി നരകത്തിന് ഇരയാകേണ്ടവരായിരുന്നു. ആ സ്നേഹവും ആ രക്ഷയും നമ്മെ തേടി വന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യേശുവിനെ വീട് കൈക്കൊള്ളാനായി തുടങ്ങുന്നു. ഒരു വാക്കിന്റെ വില ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനെ കൈക്കൊണ്ടത് കൊണ്ടുള്ള സമാധാനമാണ്. രക്ഷ വീട്ടിൽ വന്നത് കൊണ്ടുള്ള അനുഗ്രഹമേ നമുക്കുള്ളൂ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന വീട്ടിലുള്ളവർ ആരെ കൈക്കൊണ്ടു? ഗ്രാമത്തിൽ വന്നപ്പോൾ യേശുവിനെ എന്ത് ചെയ്തു? പക്ഷെ യഹൂദൻ എന്താ ചെയ്യുന്നത്? നമുക്ക് യഹൂദൻ എന്താ ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം യഹൂദൻ എന്താ ചെയ്തത്? 1-ാം അധ്യായം അറിയാത്ത വാക്യമാണെങ്കിൽ വായിക്കും. 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ. യോഹന്നാന്റെ സുവിശേഷം 1:10 മുതൽ. അവന് ദൈവപുത്രൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരമുള്ളതായിരുന്നു. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തത്തിലേക്ക്, സ്വന്തം ജനമായ യഹൂദനിലേക്ക് യേശു വരാനിടയായി തീർന്നു. ജഡാവതാരം എടുത്ത് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. പക്ഷെ സ്വന്തം ജനം യേശുവിനെ കൈക്കൊണ്ടില്ല. കൈക്കൊള്ളുവാൻ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഓർമ്മ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഈ സത്യത്തിലേക്ക്, ഈ യാഥാർത്ഥ്യത്തിലേക്ക്, ഈ നന്മയിലേക്ക് ദൈവം നമ്മെ കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയണം. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? രക്ഷയുടെ സന്തോഷം നമ്മെ നിലനിൽക്കാനിടയായി തീരട്ടെ. എത്ര സന്തോഷം വന്നു യേശു ഹൃദയത്തിൽ വന്നതുകൊണ്ട്. സ്വന്തമായവരെത്തിയില്ല, സ്വന്തത്തിലേക്ക് യേശു വന്നു. അതിനെ കൈക്കൊള്ളാമായിരുന്നു, പക്ഷെ അവരെത്തിയതില്ല. യേശുവിനെ അവർ കൈക്കൊള്ളാനിടയായി തീർന്നില്ല. ഇന്നും മനുഷ്യർക്ക് പാരമ്പര്യങ്ങളും ഊറ്റം കൊള്ളാൻ പറയുന്നത് പലതുമുണ്ട്. ഞങ്ങൾ ഇന്നവരാണ്, ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രൗഢികളും മാന്യതകളൊക്കെ പറഞ്ഞ് നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് വരാൻ കഴിയാതെ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, സത്യം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, യേശുവിന്റെ ദൈവത്വം വേണ്ടം പോലെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, യേശു അകത്ത് ജനിച്ച ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവിതത്തിൽ യേശു ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്വന്തമായവരെ നീതിയില്ല, പക്ഷേ നമുക്ക് കർത്താവിനെ കൈക്കൊള്ളാൻ അവസരം ലഭിച്ചു. ആ വീട് യേശുവിനെ കൈക്കൊള്ളാൻ ഇടയായി തീർന്നു. ആ സന്തോഷമുള്ളവരോട് സ്തോത്രം ചെയ്യുന്നു. ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല, ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവമേ, വെച്ചടി മുന്നേറ്റങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഈ പകൽക്കാല ഗുരുവിന്റെ പാദമെടുത്ത് കാണിരിക്കുന്ന ദൈവമക്കളെ ഒന്ന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഒരിക്കലൊന്നും സ്തോത്രം ചെയ്യാറുണ്ട്. വലിയ പുരോഗതികളൊന്നും പുറമെ കാണാൻ ഇല്ലെങ്കിലും ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ 25-ാം തീയതി നമുക്ക് വേണ്ട നന്മ ദൈവം തന്നുകൊണ്ടിരിക്കുക. ദൂത ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പാദമെടുത്ത് കാണിരിക്കുന്നത്
യേശുവിന്റെ പാദപീഠത്തിലാണ് നാം താണിരിക്കുന്നത്. സ്തോത്രം പറയുന്നു. പക്ഷെ സ്വന്തം ജനം യഹൂദന്മാർ അവരെ കൈക്കൊള്ളാൻ തീർന്നില്ല. അതുകൊണ്ട് രക്ഷ നമ്മിലേക്ക് വരാനിടയായി തീർന്നു. ജാതികൾ വിശ്വാസത്തിലേക്ക് സത്യത്തിലേക്ക് ആദായപ്പെടാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് രക്ഷ വലുതാണ്. സമർപ്പിച്ചു. എത്ര വലിയ രക്ഷ അല്ലേ! എത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തൊറ്റിയോടി കുഞ്ഞുങ്ങളെ ചിന്തിക്കണം. പെന്തക്കോസ്തിന്റെ നാളിൽ നിൽക്കുമ്പോൾ വചനസത്യങ്ങൾ മനസ്സിലാക്കണം. തെറ്റിപ്പോകരുത്. വശീകരണ വലയിൽ അകപ്പെട്ടു പോകരുത്. ഒത്തിരി വശീകരണ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇല്ലേ? ഉപദേശത്തിന് വിവിധ കാറ്റുകൾ ആമെ തെറ്റിച്ച് കളയുന്ന ട്രാപ്പിലാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കാം. അവിടെ നിൽക്കണമെങ്കിൽ എന്തോ വേണം? വചന ഉള്ളിൽ വേണം കേട്ടോ. ശ്രദ്ധിക്കണേ, വചന ഉള്ളിൽ വേണം. ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ? മതങ്ങളിലേക്കൊക്കെ ആളുകളെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റിക്കുന്നതായ ഒത്തിരി സംഗതികളുണ്ട്. അതൊക്കെ നമ്മൾ അറിയുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ കൂടെ പരിചയപ്പെടുത്തി ഓരോ വലയങ്ങളിലേക്ക് അകപ്പെടുത്തുകയാണ്. വലിയ ലക്ഷ്യം, ഗൂഢമായ ലക്ഷ്യത്തോടെ തലമുറകളെ വഴിതെറ്റിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ദൈവമക്കൾ കുഞ്ഞുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിനെ തിരിച്ചറിയണമെങ്കിൽ ദൈവജനം ദിനംതോറും വായിക്കണം കേട്ടോ. എല്ലാ ദിവസവും ദൈവജന ഭാഗങ്ങൾ മനസ്സിലാക്കണം. എങ്കിലേ തെറ്റിൽ അകപ്പെടാതെ, ആഗ്രഹാത്ത വലയിൽ അകപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ സന്ദർഭത്തിന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിനെ വീട് കൈക്കൊള്ളാനിടയായി തീർന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം ചെയ്താണ്ട് ദൈവത്തോട് പറയാൻ കഴിയും, എന്റെ വീട്ടിൽ കർത്താവുണ്ട്, യേശുവിന്റെ ജീവിതത്തിലുണ്ട്. ഈ പകൽ വേളയിൽ യേശുവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഗ്രാമത്തിലെത്തി മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ കൈക്കൊള്ളുവാനിടയായി തീർന്നു. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അപ്പോൾ തുടർന്ന് വായിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്തു? പദപദം വായിക്കുന്നില്ല. അവൾക്ക് മറിയ എന്ന സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിനെ കാത്തിരുന്ന് ആരവ വചനം കേട്ടുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിപ്പാണ്ടിയായി തുറന്നു. ഒന്നാമത് യേശുവിനെ സ്വീകരിച്ചു. യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി തീർന്നു. ഇതുവരെയും ആ പ്രത്യാശയുടെ ദൈവമക്കളോട് സ്തോത്രം ചെയ്യണം. നടക്കേണ്ട വിടുതൽ വീട്ടിൽ നടക്കും. ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ട് ആനാവിലെ കല്യാണത്തിലും എന്ത് ചെയ്തെന്നാ വായിക്കുന്നത്? യേശുവിനെ വീട്ടിൽ ഇത് വായിച്ച് 2:1 മുതൽ വായിച്ച് ആ വീട്ടിൽ ഒരു നല്ല കാര്യം സംഭവിച്ചപ്പോൾ അവരെ കഴിവുകൊണ്ടല്ല, അവരെ മെടുക്കുകൊണ്ടല്ല, മറിച്ച് കർത്താവിന്റെ ബന്ധമുണ്ടായിരുന്നു. ആ ഭവനത്തെ കുറിച്ച് വായിക്കുന്നു. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലേ? അവർ ബ്രോക്കറെ വിട്ട് അല്ലെങ്കിൽ അവരുടേതായ കഴിവുകൊണ്ട് ക്രമീകരിക്കപ്പെട്ട വിഷയമെന്നവിടെ പറയുന്നില്ല. മറിച്ച് ദൈവത്താൽ ചില കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കാനിടയായിട്ടു ഇവിടെ വായിക്കുന്നു. അവിടെ ആ സംഭവം ഉണ്ടായപ്പോൾ ആരെ ക്ഷണിച്ചോ? യേശുവിനെയും ശിഷ്യന്മാരും ഉണ്ടല്ലേ?
പ്രൈസ് ദി ലോർഡ്. യേശു ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ അവരെ ലജ്ജിച്ചു പോകാൻ ഇടയായിട്ടൊന്നുമില്ല. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് ഉണ്ടെങ്കിൽ നാം ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. എത്രവരെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ നിരാശ വരുമ്പോൾ ആമേൻ ആമേൻ ഏത് വിഷയങ്ങൾ കടന്നു വന്നാലും നമുക്ക് പറയാൻ കഴിയട്ടെ, യേശുവിനെ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഖാനാവിലെ കല്യാണത്തിൽ യേശുവിനെ ക്ഷണിച്ചത് കൊണ്ട്, യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവിടെ ഇല്ലായ്മയുടെ നടുവിൽ, അവിടെ പോരായ്മയുടെ നടുവിൽ യേശുവിനെ നികത്തുവാനായി തുറന്നു. അപ്പൊ യേശുവിനെ കൊടുക്കേണ്ട മുഖ്യ സ്ഥാനം ആ ഭവനം വലിയതോ യേശുവിനെ കൊടുക്കാതെയായി തുറന്നു. പലപ്പോഴും കർത്താവിന്റെ സ്ഥാനം വീടിന്റെ പുറത്താണ് അല്ലേ? ജീവിതത്തിലും യേശുവിന്റെ സ്ഥാനമില്ല. ഉണ്ടോ? അതുള്ളവരെ ഓരോ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ യേശുവിന് മുഖ്യ സ്ഥാനം ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറകളിൽ യേശുവിന്റെ നടത്തിപ്പുകൾ ഉണ്ടാകാനിടയായി തീരട്ടെ. ആ ഭവനത്തെ ദൈവം മാനിപ്പാനിടയായി തുറന്നു. യേശുവിനെ വിളിച്ചത് കൊണ്ട്, യേശുവിനെ മുഖ്യ സ്ഥാനം കൊടുത്തത് കൊണ്ട് ആ ഭവനത്തിന്റെ പോരായ്മയുടെ നടുവിൽ യേശുവിന്റെ കരം ചലിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ കരം അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്താനിടയായി തീരും. അങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇവിടെ വായിക്കുമോ ആമേ രണ്ട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. മാർത്ത എന്ത് ചെയ്തു? യേശു വന്നപ്പോൾ എന്ത് ചെയ്തു? അവനെ കൈക്കൊണ്ടു. അവർക്ക് മറിയ എന്നൊരു സഹോദരൻ. അവളെന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും രണ്ട് രൂപത്തിലാണ്. ഇതൊക്കെ നമ്മൾ വായിച്ചു വിടുമ്പോൾ ഗൗരവമാറിയത്തില്ല. പക്ഷെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നത് പ്രാധാന്യമാണ്. നമ്മളൊന്ന് വായിച്ചേ. ശുശ്രൂഷ ചെയ്യുന്നത് പ്രാധാന്യമുള്ളതാണോ? ഉൽപ്പത്തി പുസ്തകം അറിയാവുന്ന ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 18:7 മുതൽ വായിച്ചേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് മുഖ്യ സ്ഥാനമെങ്കിലും ഓർമ്മപ്പെടുത്തലുണ്ട്. ദൂതന്മാർ വന്നു അല്ലേ? വിശ്വാസവീരനാണ്, ദൈവത്തെ സേവിക്കുന്നു, പ്രമാണം അനുസരിക്കുന്നു, എല്ലാം സത്യമായിരിക്കുമ്പോഴും ഇവിടേക്ക് ആര് വരികയാണ്? ആ ഭവനത്തിലേക്ക് ദൂതന്മാർ വരാനിടയായി. വായിച്ചേ. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയത് നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് അവർ വെണ്ണയും പാലും പാകം ചെയ്യിച്ച് വിശ്വാസവീരനാന്നൊക്കെ നമ്മൾ പറയുകയും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവമൊക്കെ ചെയ്യണം. സന്തോഷം ദൈവത്തിന് സ്തോത്രം ചെയ്താൽ കർത്താവ് പഠിപ്പിച്ച കാര്യം പൗലോസ് പറയുന്നു, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് യേശു പഠിപ്പിച്ച കാര്യം നന്നായി പാലിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ എബ്രായത്തിൽ വായിക്കുന്നു, അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്? മറക്കരുത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതാലും ശുശ്രൂഷിച്ചതിനാലും നാമത്തോട് കാണിച്ച സ്നേഹം വലിയതില്ല. മറന്നു കളയാൻ അനീതിയുള്ള ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. വീട്ടിൽ ഭൂതന്മാര് വന്നു, വേണമെങ്കിൽ ഉദാസീനമായി കണ്ണടച്ച് വേണമെങ്കിൽ വിടാമായിരുന്നു. സ്തോത്രം ചെയ്ത പക്ഷേ അബ്രഹാം അത് ചെയ്തില്ല. കൂട്ടദാസി ഒരുപോലെ നിന്നുകൊണ്ട് അവരുടെ വീട്ടിൽ വന്ന ദൂതന്മാരെ നന്നായി ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. വായിച്ചേ. അതിന്റെ ഫലം എന്താ? താഴോട്ടുള്ള വാക്യങ്ങൾ എന്ന് ചോദിച്ചതിന് ഒരാണ്ട് കഴിയുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. പ്രാർത്ഥിച്ചാൽ പോരായോ? വിശ്വസിച്ചാൽ പോരായോ?
സ്തോത്രം. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ ദൈവമക്കൾ പഠിക്കണം. തിരിച്ചറിഞ്ഞാൽ മുന്നോട്ട് വന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. പഠിക്കാനോടുള്ളതാണ്. സ്തോത്രം. ചില കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അവർ രണ്ടുപേരും ഒരുപോലെ നിന്ന് എന്ത് ചെയ്തു? ഇല്ലേ? രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളോട് തിരിഞ്ഞില്ല. അബ്രഹാം അവരെ സ്വീകരിച്ചു, നിലം വരെ കുനിഞ്ഞ് ദൂതന്മാരെ സ്വീകരിച്ചു, വീട്ടിലേക്ക് ആതിഥ്യം അരുളി. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭംഗിയായ നിലയിൽ, യോഗ്യമായ നിലയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭവനം ചെയ്തു കൊടുത്തു. അതിന്റെ ഫലം എന്നറിയാമോ? ഇത്ര നാളും വിടുതലില്ലാതിരുന്ന വിഷയത്തിന് ദൈവം മറുപടി നൽകാനിടയായി തീർന്നു. എന്റെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തിയുടെ യോഗ്യതയല്ല ഇത് പറയാൻ കഴിയുന്നത്. ദൈവമാകുന്ന അടുത്തു വരാൻ കഴിയട്ടെ. തിരുനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സത്യകരിപ്പാൻ തീരട്ടെ. വായിക്കുന്നു. രണ്ട് കഴിയുമ്പോൾ നീ സംഭവിക്കാത്ത പറഞ്ഞത് നിനക്ക് തുടർന്ന് ചിരിയാ കാണാൻ കഴിയുന്നല്ലേ? സാറാദ്യോ അബ്രഹാം കവിണ്ണ് വീണ്ടും ചിരിച്ചല്ലേ? സംശയം കൊണ്ട കേട്ടോ, അവിശ്വാസം ഉണ്ടായി. പക്ഷെങ്കിൽ സംശയിച്ചില്ല. അബ്രഹാം എന്തുണ്ടായി? അവിശ്വാസം ഉണ്ടായെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വാസം ഉണ്ടായി, പക്ഷെങ്കിൽ സംശയിച്ചില്ല. അപ്പച്ചൻ അമ്മച്ചയ്ക്കും ആമേൻ പ്രായാധിക്യം കൊണ്ട് സംശയം ഉണ്ടാമേ അവിശ്വാസം ഉണ്ടായെങ്കിലും വചനം റോമാലേഖനം എടുത്തു പറയുന്നു, അവരെന്ത് ചെയ്ത്? സംശയിക്കാനിടയായി തീർന്നില്ല. ഇതുപോലെ സംശയം കൂടാതെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നാം ചെയ്തതൊക്കെയും സ്നേഹത്തിൽ ചെയ്യുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ദൈവമക്കളെ ഓർത്ത് ഈ സ്തോത്രം ചെയ്യുകയാണ്. കാണുവാൻ കഴിയുന്നത് ദൈവം ഒരു മറുപടി നൽകാനിടയായി തീർന്നു. ദൈവം നമുക്ക് ഒരു മറുപടി നൽകാനിടയായി തീരും. ഉത്തരവാദിത്തം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക്, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം മറുപടി നൽകാനിടയായി തീരും. ക്ഷേമെടുക്കുന്നു. അവരേറ്റവും ആഗ്രഹിച്ച ഒരു വിടുതൽ എവിടാ സംഭവിച്ചത്? വീട്ടിൽ വന്ന ദൂതന്മാരെ ശുശ്രൂഷിച്ചത് കൊണ്ട്, ചെയ്യേണ്ടതുപോലെ ചെയ്തത് കൊണ്ട്, മാന്യമായ നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഏറ്റവും ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവത്തിന്റെ മറുപടി നൽകാനായിട്ട്. ചിലത് നമ്മൾ തന്നെ അടിക്കണം കേട്ടോ. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് ഇല്ലേ? അതിന് കൂടെ പ്രവാചകനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾ ഭൂമിയിൽ അടിക്കേണ്ടത് മുകളിൽ അടിയും. സ്വർഗത്തിൽ അടിയേണ്ടത് ഭൂമിയിലും അടിയപ്പെടാനിടയായി തീരും. അടിക്കേണ്ടത് ഇവിടെ അടിക്കാനിടയായി തീരണം. അതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയിൽ ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകത്തക്ക നിലയിൽ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടാനിടയായി തീരട്ടെ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് ആത്മാവിന്റെ വ്യാപാരമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടിക്കേണ്ട കാര്യങ്ങൾ അടിക്കണം. ദൈവപ്രസാദം ഉണ്ടാകണം. ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അവർക്കൊരു മറുപടി നൽകാനിടയായിട്ടോ. അമ്മച്ച് ചിരിച്ചെങ്കിലും ദൈവം മറുപടി നൽകാനിടയായിട്ടോ. എത്രമാർക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം ചെയ്യുക. നമ്മെ പോകുന്നത് പോലും പോകാതെ വിചാരിക്കരുത്. ക്രമീകരിക്കേണ്ട വിഷയങ്ങളിലെല്ലാം ഒരു ക്രമീകരണം ഉണ്ടാകണം. ദൈവങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരോട് സ്തോത്രം ചെയ്യുക. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവ് മോശമെന്നോ വാർത്തയെ കുറ്റപ്പെടുത്തിയൊന്നും കർത്താവ് ചെയ്തില്ല. പക്ഷെ അതിനേക്കാൾ ഉത്തമമായ കാര്യമാണ് കർത്താവ് പറയുന്നത്. സമയം പോയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് എന്ത് ചെയ്തു? വചനം കേട്ടുകൊണ്ടിരുന്നു. പാതപടത്തിൽ ഇരിക്കുന്നത്
അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നു. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി വാക്യമുണ്ടല്ലോ, 7-ാം അധ്യായം അതിന്റെ 48 മുതൽ 50 വരെ. അത്യുന്നതൻ കൈപ്പണി ആയതിൽ എന്ത് ചെയ്യുന്നില്ല? സൊലോമോൻ മനോഹരമായ ആലയം പണിതു. പക്ഷെ ആലയം പണിത ആള് കർത്താവിന് വേണ്ടി നിൽപ്പാൻ കഴിയുന്നില്ല. വായിക്കാം, സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാദപീഠമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? ഇവിടെ വായിക്കാണ്, ഇതൊക്കെയും കൈയല്ലയോ ഉണ്ടാക്കിയത്? എല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ ഇന്ന് പകലിൽ നമ്മൾ ഭജിക്കുന്നത്. ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. അവൻ കെട്ടിത്തൂങ്ങുന്ന സ്റ്റാറിനെ ആരാധിക്കുന്നവരല്ല കേട്ടോ. ദൈവം സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരല്ല. അതിനപ്പുറത്തുള്ള ദൈവത്തെ കണ്ടെത്തിയവരാണ് ദൈവമക്കൾ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഈ പകലിൽ നമ്മുടെ പ്രശ്നങ്ങൾ നടുവിലും അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ക്ഷേമെടുക്കുന്നു. മനോഹരമായ ആലയമായ സൊലോമോൻ പണിതല്ലേ, താമ്ര കടൽ പോലെ ഉണ്ടാക്കിയതാണ്. ആമേ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താമ്ര കടൽ സ്തോത്രം. വളരെ മനോഹരമായി ആമേ തടികൾ കൊണ്ടുവന്ന് ആമേ ഒക്കെ വളരെ ഭംഗിയായി ആലയം ഉണ്ടാക്കി. പക്ഷെങ്കിൽ അതിലൊന്നും അത്യുന്നതൻ എന്തിയില്ല, വാസം ചെയ്യുന്നില്ല എന്ന് ബൈബിൾ നമ്മളെ ഓർപ്പിക്കുക. ഇതുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന മന്ദിരങ്ങളെ ഓരോ സ്തോത്രം ചെയ്യുന്നു. വലിയ പ്രതീക്ഷകളുമായി ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നവരോരോ സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ ചുമക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിനെ കൈക്കൊണ്ടവരെ ഓരോ സ്തോത്രം ചെയ്യുന്നു. അവനോട് കൂടെ ജീവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ഭവി ഉണ്ടാക്കിയ ദൈവം വസിക്കത്തില്ല. അകത്തുള്ളത് ശരിയല്ലെങ്കിൽ ദൈവം വസിക്കത്തില്ല. അകം ശരിയായവരൊക്കെ ദൈവം വസിക്കും. ഒന്നുകൂടെ കാര്യങ്ങൾ സ്തോത്രം ചെയ്താണ്. ഞായറാഴ്ചയിൽ എല്ലാ ദിവസവും കൂടെ ഓർപ്പിക്കുന്നത്, എന്നെ കൂടെ ഉൾപ്പെടുത്തിയ പറയുന്നത് ശരിയാകുന്ന ഭാഗങ്ങളെല്ലാം ശരിയായേ പറ്റൂ. ഹല്ലേലൂയ. ദൈവത്തെ ചുമക്കുന്ന മന്ദിരങ്ങളെ ഓരോ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളാരും കടന്നവരല്ല. ദൈവത്തിന് നമ്മെ ചെത്തി വിളിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം അവന്റെ വിശുദ്ധ നിവാസമാകേണ്ടതിന്, എഫേസ്യരിലേക്ക് വായിക്കുന്നു, അവന്റെ വിശുദ്ധ നിവാസമാകേണ്ടതിന് ആത്മാവ് എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഉപദേശപ്രകാരം പണിതുകൊണ്ടിരിക്കുക. ആമേ, വെടിപ്പാക്കേണ്ടതിന് വെടിപ്പാക്കാനായി തീരുകയാണ്. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രണ്ട് അനുഭവങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുകയാണ്. സ്തോത്രമോ അറിയല്ലോ, യേശുവിന്റെ പാദമെടുത്തിരുന്ന എന്ത് കേട്ടുകൊണ്ടിരുന്നോ? വേറെ എന്തെല്ലാം കേൾക്കാറുണ്ട് ഇന്നത്തെ കാലത്ത്? എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളുടെ നിത്യതയോടെ നയിക്കുന്ന നല്ല പ്രബോധനം ഇവിടെ വിളിച്ചു പറയുന്നത്. ആമേ, അങ്ങ് ചെല്ലണമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം. സ്തോത്രം ചെയ്യണോ? ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാനും കാണാനുമുണ്ട്. കർമ്മരസമാകുമാറുള്ള കാര്യങ്ങളുണ്ട്, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മളെ ഇവിടെ കൊണ്ട് തീരുന്നതാണ്. മരിച്ച ദൈവവചനം കേൾക്കുന്നവർക്ക് ഒരു നിലനിൽപ്പുണ്ട്. സ്തോത്രം. സമയം പോലെ നിർത്താൻ ആഗ്രഹിക്കുന്നു. മറിയ ആടെ കാൽക്കലിരിക്കുകയാണ്. യേശുവിനെ കാൽക്കലിരുന്നുകൊണ്ട് അടുത്ത വാക്യം മാർത്തിയോ വളരെ ശുശ്രൂഷയാണ്. അടുത്ത വാക്യം പെട്ടെന്ന്. ഈ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. അല്ല, അല്പമേ വേണ്ടു, ഒന്ന് മതി. നല്ല അംശം നിറഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. നല്ല അംശം നിറഞ്ഞെടുത്തവർക്കായി സ്തോത്രം. വചനത്തിന് അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുന്ന ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. നാം വിചാരപ്പെട്ടതുകൊണ്ടാണ് കാര്യം നടന്നത്.
ദൈവം നമുക്ക് വേണ്ടി കരുതാനിടയായി തീരും. പത്രോസ് പറയുന്ന അവൻ നിങ്ങൾക്കായി കരുതുന്നുണ്ടാകുകയാണ്. സകല ചിന്താകുലവും അവനെ നേരിട്ടുകൊള്ളേ. ദൈവം നമുക്ക് വേണ്ടി കരുതും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? അബ്രഹാമിന് വേണ്ടി കരുതിയില്ലേ? വിശ്വസിച്ച് യാത്ര ചെയ്ത അപ്പനും മകനുമായി യാത്ര ചെയ്തെങ്കിൽ തക്ക സമയത്ത് ദൈവം കരുതി വെക്കാനിടയായി തീർന്നു. എവിടെ കരുതി വെച്ചത്? സമയത്ത് കരുതി വെക്കേണ്ട സ്ഥലത്ത് ദൈവം കരുതി വെക്കാനിടയായി തീർന്നു. ഈ യാത്രയെ ദൈവത്തിന് കരുത ദൈവമക്കൾ കാണാനിടയായി തീരും. സ്തോത്രം ചെയ്യുന്നു. എന്ത് തിരഞ്ഞെടുക്കുകയാണ്? നല്ല അംശം തിരഞ്ഞെടുക്കാൻ കഴിയണം. ഈ പ്രാർത്ഥന ഒരു നല്ല അംശമായി ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മുഴങ്ങുന്ന വചനങ്ങൾ നല്ലൊരു അംശമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയോടുമേ നടത്തുന്ന ഈ പ്രബോധന വചനങ്ങളെ ഓർക്കും സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഭാര്യയെ പകർക്കുന്ന ചുറ്റികയാണ്. ഇത് ശുദ്ധീകരിക്കുന്ന വചനമാണ്. ദൈവത്തോട് അടുപ്പിക്കുന്ന വചനമാണ്. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാരും നമ്മളിൽ അപഹരിക്കുന്നതല്ല. ഈ വചനത്തുമ്പാകെ നമ്മൾ ഇന്നുവരെ സമർപ്പിക്കാതെയായി തീരട്ടെ. അത് അവിടെ നിന്ന് ആരും അറിയത്തില്ല, അപഹരിക്കുകയില്ല. അകത്ത് വചനമുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. വചനോട് ശക്തിയോട് സ്തോത്രം ചെയ്യുക. ഈ വചനങ്ങളെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറാതെ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിനെ കൈക്കൊണ്ടുകൊണ്ട് ഈ രക്ഷയുടെ പുതുക്കത്തിൽ സന്തോഷത്തെ നമുക്ക് മുന്നേറാനിടയായി തീരണം. ഈ നല്ല വാർത്ത മറ്റുള്ള അറിയിപ്പാൻ ദൈവമേ ശക്തീകരിക്കട്ടെ. അതിന്റെ ഭാഗമെടുത്ത് നമുക്ക് തോന്നിയിരിക്കാം. ഈ വചനങ്ങൾ ആ ദൈവമേ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ ദിവസവും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല ദിവസത്തിൽ